The general rule regarding consideration is that a contract made without consideration is void. That means an agreement made without consideration is void. This is the general rule. But for this general rule, there are certain exceptions. Now we shall go through those exceptions. The first exception, a contract made out of natural love and affection, that is given in section 25 subsection 1. A contract made out of natural love and affection can be valid even though it is made without a consideration. ഇതൊരു എക്സെപ്ഷനാണ്. ഒരു കോൺട്രാക്റ്റ് അത് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഈ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ഉണ്ടാകുന്ന എന്താ? എ കോൺട്രാക്റ്റ് എൻറ്റേർഡ് ഇൻ ടു ബിറ്റ്വീൻ നിയർ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ദോസ് ഹു ആർ ഇൻ ബ്ലഡ് റിലേഷൻ. In case of such contracts, even though it is made without a consideration, that is enforceable. ഇതാണ് ആദ്യത്തെ എക്സെപ്ഷൻ. കോൺട്രാക്ട് made out of natural love and affection is enforceable, is valid. That is given in section 25 subsection 1 of the Indian Contract Act. The second exception is compensation for past voluntary services. Compensation for past voluntary services. So for a service which had been done voluntarily, then afterwards the person promised to give a reward. അപ്പം കഴിഞ്ഞ കാലത്ത് വോളണ്ടറി ആയിട്ട് ചെയ്ത ഒരു കാര്യത്തിന് റിവാർഡ് കൊടുക്കാമെന്ന് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റിന് എന്താണ്? ആ എഗ്രിമെൻറ്റിനും വാലിഡിറ്റി ഉണ്ടാകും. ദാറ്റ് ഈസ് ഓൾസോ എൻഫോഴ്സിബിൾ. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 25 സബ്സെക്ഷൻ 2. ഇതും എക്സംഷനാണ്. ഇപ്പം ജനറൽ റൂൾ എന്താ? ജനറൽ റൂൾ, എ കോൺട്രാക്ട് വിതൗട്ട് കൺസിഡറേഷൻ ഇസ് വോയിഡ്. കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്റ്റുകളെല്ലാം വോയിഡാണ്, അത് എൻഫോഴ്സിബിൾ അല്ല. പിന്നെ രണ്ടാമത്തെ എക്സെപ്ഷനായിട്ട് പറഞ്ഞതാണ് കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ്. ഇപ്പം കഴിഞ്ഞ കാലത്ത് വോളണ്ടറി ആയിട്ട് ചെയ്ത സർവീസുകൾക്ക് പിന്നീട് അതിന് റിവാർഡ് കൊടുക്കാം എന്നൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ എഗ്രിമെൻ്റ് എൻഫോഴ്സിബിൾ ആണ്. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ദി സർവീസ് മൈറ്റ് ഹാവ് ബീൻ ഡൺ വോളണ്ടറി ആയിട്ട് ചെയ്തൊരു സർവീസ് ആയിരിക്കണം. ദെൻ ദി സർവീസ് മൈറ്റ് ഹാവ് ബീൻ ഡൺ ഫോർ ദി പ്രോമിസർ. പ്രോമിസറിന് വേണ്ടി കഴിഞ്ഞ കാലത്ത് വോളണ്ടറി ആയിട്ട് ചെയ്ത ഒരു സർവീസിന് വേണമെങ്കിൽ റിവാർഡ് കൊടുക്കാമെന്നൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ദാറ്റ് എഗ്രിമെൻറ്റ് ഈസ് വാലിഡ്. അതൊരു എക്സംഷനാണ് ജനറൽ റൂളിൽ. ദെൻ അടുത്ത ഒരു എക്സംഷൻ പറയുന്നത് എന്താ? പ്രോമിസ് ടു പേ എ ടൈം ബാർഡ് ഡെറ്റ്. കാലഹരണപ്പെട്ട ഒരു ഡെറ്റ്, അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാമെന്നൊരു പ്രോമിസിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റിനും വാലിഡിറ്റി ഉണ്ടാകും, ഈവൻ ദോ ഇറ്റ് ഈസ് മെയ്ഡ് വിതൗട്ട് എനി കൺസിഡറേഷൻ. അതിന് കൺസിഡറേഷൻ ഒന്നുമില്ല. അപ്പം ആസ് പെർ ദി ലിമിറ്റേഷൻ ആക്ട് 1963 ലോ ഓഫ് ലിമിറ്റേഷൻ പറയുന്നുണ്ട്. ലിമിറ്റേഷൻ ആക്ട് 1963 പ്രകാരം ഒരു കൊമേഴ്ഷ്യൽ ഡെറ്റ് ആണെങ്കിൽ അത് 3 കൊല്ലത്തിനകം റിക്കവർ ചെയ്യുന്നില്ല എങ്കിൽ ആ ഡെറ്റ് ഒരു ടൈം ബാർഡ് ഡെറ്റായിട്ട് മാറും. ഇങ്ങനെ കാലഹരണപ്പെട്ടു പോയൊരു ടൈം ബാർഡ് ഡെറ്റിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റിന് വാലിഡിറ്റി ഉണ്ടാകും. പക്ഷെ ആ എഗ്രിമെൻ്റ് എന്താ? അത് കൺസിഡറേഷൻ ഇല്ലാതെയാണ് ഏർപ്പെടുന്നതെങ്കിലും ആ എഗ്രിമെൻറ്റിനും വാലിഡിറ്റി ഉണ്ടാകും. ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 25 സബ്സെക്ഷൻ 3. ദാറ്റ് ഈസ് പ്രോമിസ് ടു പേ എ ടൈം ബാർഡ് ഡെറ്റ്. കാലഹരണപ്പെട്ടു പോയ ഒരു ഡെറ്റ്, അതിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന ഒരു പ്രോമിസ്, അതിനാലുണ്ടാകുന്ന ഒരു എഗ്രിമെൻറ്റ്, ഒരു കോൺട്രാക്റ്റ്, അതിന് വാലിഡിറ്റി ഉണ്ട്. ഇത് മൂന്നാമത്തെ എക്സെപ്ഷനാണ്. ദെൻ നാലാമത് പറയുന്നത് എ കംപ്ലീറ്റഡ് ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്. കംപ്ലീറ്റഡ് ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്. ഇപ്പം കംപ്ലീറ്റ് ഒരു ഗിഫ്റ്റ് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിനും വാലിഡിറ്റി ഉണ്ടാകുന്നു. സോ എ ഗിഫ്റ്റ് മെയ്ഡ് ഈസ് ആക്ച്വലി മെയ്ഡ് ഈസ് വാലിഡ് ഈവൻ ദോ ഇറ്റ് ഈസ് മെയ്ഡ് വിതൗട്ട് കൺസിഡറേഷൻ. ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു,
ഈ ഗിഫ്റ്റായിട്ട് കൊടുത്ത കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെയാണെങ്കിലും അതിന് വാലിഡിറ്റി ഉണ്ട്. ആ ഗിഫ്റ്റ് കൊടുത്ത പ്രവൃത്തിക്ക് വാലിഡിറ്റി ഉണ്ട്. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? കംപ്ലീറ്റഡ് ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്. ഗിഫ്റ്റ് കൊടുക്കാം എന്നുള്ളൊരു പ്രോമിസ് ആണെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ല. പക്ഷേ ഗിഫ്റ്റ് ആക്ച്വലി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിക്ക് വാലിഡിറ്റി ഉണ്ട്. ദെൻ ഒരു അഞ്ചാമത്തെയാണ് അല്ലെങ്കിൽ അവസാനത്തെ എക്സംഷനായിട്ട് വരുന്നതാണ്. കൺസിഡറേഷൻ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദി ക്രിയേഷൻ ഓഫ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. കോൺട്രാക്ട് ഓഫ് ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ ഇത് സെക്ഷൻ 185 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഫോർ ദി ക്രിയേഷൻ ഓഫ് എ കോൺട്രാക്ട് ഓഫ് ഏജൻസി കൺസിഡറേഷൻ ഈസ് നോട്ട് നെസസറി. ഒരു ഏജന്റ് എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നത് കമ്മീഷന് വേണ്ടി ആകണമെന്നില്ല. ഈവൻ ദോ generally agency contracts are created for consideration, that is commission. Then if an agency contract is entered into without any remuneration, without any commission, that agency contract is valid. So these 5 are the exemption for the general rule. An agreement or contract made without consideration is void. അപ്പം ഈ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഈ 5 എക്സെപ്ഷൻസും നമ്മൾ ഓർത്തിരിക്കുക. അതിൻ്റെ 5 എക്സെപ്ഷൻസ് എന്തൊക്കെയാണ് ഇതിന് എക്സെപ്ഷനായിട്ട് വരുന്നത്. ദെൻ അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ? നമ്മൾ ഈ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റും പ്രിവിറ്റി ഓഫ് കൺസിഡറേഷനും. പ്രിവിറ്റി മീൻസ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്, സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ആണ്. സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്, സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ. നമ്മുടെ ആ ഒരു ജനറൽ റൂൾ അനുസരിച്ച് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ മീൻസ് a person who is not a party to the consideration. ഒരു കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ്റെ പാർട്ടി അല്ല. അപ്പം സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ആണെങ്കിൽ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ മീൻസ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ഓർ കൺസിഡറേഷൻ ഗിവൺ ബൈ എനി അതർ പേഴ്സൺ അതർ ദാൻ ദി പ്രോമിസി. പ്രോമിസി അല്ലാതെ മറ്റാരെങ്കിലുമാണ് കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ he is known as a stranger to consideration. സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ക്യാൻ സ്യൂ. അതാണ് ജനറൽ റൂൾ പറയുന്നത്. ഇപ്പം പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ ആസ് പെർ ദി പ്രിൻസിപ്പിൾ ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ക്യാൻ സ്യൂ. ദാറ്റ് മീൻസ് എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ക്യാൻ എൻഫോഴ്സ് ആൻ എഗ്രിമെൻറ്റ്, എൻഫോഴ്സ് എ കോൺട്രാക്ട്. ദിസ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ ഓർ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ. ദെൻ അടുത്തെന്താ? പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഓർ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. അപ്പം മറ്റൊരു പ്രിൻസിപ്പിളാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഓർ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. ഇപ്പോൾ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് മീൻസ് ഹൂ ഈസ് നോട്ട് എ പാർട്ടി ടു ദി കോൺട്രാക്ട്, സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. അപ്പം ഇത് ജനറൽ പ്രിൻസിപ്പിൾ വെച്ച് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ടിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ വെച്ച് എ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് കനോട്ട് സ്യൂ. അതാണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. കോൺട്രാക്റ്റിലെ പാർട്ടി അല്ല എങ്കിൽ ആ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി എ തേർഡ് പാർട്ടി കനോട്ട് സ്യൂ. ആസ് പെർ ദി പ്രിൻസിപ്പിൾ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ലൈസ് ഓൺലി എമംഗ് ദി കോൺട്രാക്ടിങ് പാർട്ടീസ്. കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പിൻ്റെ അകത്തെന്താ? ഒരു ഓബ്ലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോൺട്രാക്ടിങ് പാർട്ടികൾക്കുള്ളിൽ മാത്രമേ ഉള്ളൂ. തേർഡ് പാർട്ടികൾക്ക് അതിൻ്റെ പേരിൽ ബാധ്യത ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആസ് പെർ ദി പ്രിൻസിപ്പിൾ ഓഫ് privity of contract or stranger to contract, a stranger to contract cannot sue or a stranger to contract cannot enforce a contract. ജനറൽ റൂൾ നമ്മൾ ഓർത്തിരിക്കുക. ഇല്ല, ഈ ഒരു റിവിഷൻ ആയതുകൊണ്ട് നമ്മളുടെ സ്പീഡിൽ പോകുന്നതേ ഉള്ളൂ. സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് cannot sue or stranger to contract he cannot enforce a contract, but stranger to consideration can sue. സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ, ഒരു തേർഡ് പാർട്ടിക്ക് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാനായിട്ട് കോടതിയെ സമീപിക്കാം. സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ക്യാൻ സ്യൂ, സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് കനോട്ട് സ്യൂ. ജനറലി ഇത് ഓർത്തിരിക്കുക. നമ്മൾ ഇനി ഈ റൂളിന്, ജനറൽ റൂളിന്, അതായത് എക്സെപ്ഷൻസ് ടു ദി റൂൾ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് പറയുന്നത് ആസ് പെർ ദി പ്രിൻസിപ്പിൾ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ. ഒരു കോൺട്രാക്റ്റിൻ്റെ അകത്ത് എന്താ?
only the contracting party can approach a court of law for enforcement. അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് കോൺട്രാക്റ്റിലെ പാർട്ടിക്കാർക്ക് മാത്രമേ കോടതിയെ സമീപിക്കാനുള്ള അധികാരമുള്ളൂ. അതാണ് കോൺട്രാക്ട് റിലേഷൻഷിപ്പ് പറയുന്നത്. പക്ഷേ ഈ ജനറൽ റൂളിന്, അതായത് ജനറൽ റൂൾ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് സേസ് ദാറ്റ് എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ. അപ്പം എന്താണ്, ഒരു കോൺട്രാക്റ്റിലെ സ്ട്രേഞ്ചർക്ക് ആ കോൺട്രാക്റ്റിൻ്റെ നടപ്പിലാക്കുന്നതിന് വേണ്ടി, എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി കോർട്ടിനെ സമീപിക്കാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ ജനറൽ റൂള്. ഇനി ഈ ജനറൽ പ്രിൻസിപ്പിളിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്, ചില ഒഴിവുകളുണ്ട്. നമുക്ക് ആ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു എക്സെപ്ഷനാണ് ട്രസ്റ്റ്. ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രസ്റ്റ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് അനദർ പേഴ്സൺ ഓർ അനദർ ക്ലാസ് ഓഫ് പേഴ്സൺസ്, ബെനിഫിഷ്യറീസ്. ഇപ്പോൾ ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി റിലേഷൻഷിപ്പ് വന്നു കഴിയുമ്പോൾ ദി ബെനിഫിഷ്യറി ക്യാൻ സ്യൂ ഇൻ കേസ് ഓഫ് എ ട്രസ്റ്റ്. ട്രസ്റ്റിൻ്റെ കേസിൽ എന്താണ്, ബെനിഫിഷ്യറീസിന് കേസ് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ട്രസ്റ്റിൻ്റെ അതിൻ്റെ ആ എഗ്രിമെൻ്റ് എന്താ, ട്രസ്റ്റ് എൻ്റർ ചെയ്യുന്ന എഗ്രിമെൻറ്റുകൾ അത് എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ആണ് ബെനിഫിഷ്യറി. ബെനിഫിഷ്യറി എന്താ, കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി അല്ലെങ്കിലും ഇൻ കേസ് ഓഫ് എ ട്രസ്റ്റ് ബെനിഫിഷ്യറി ക്യാൻ സ്യൂ. ഇതൊരു ജനറൽ അസംഷനാണ്. ദെൻ അടുത്ത ഒരു എക്സംഷൻ എന്താ, ഇൻ കേസ് ഓഫ് മാര്യേജ് സെറ്റിൽമെൻറ്റ്. മാര്യേജ് സെറ്റിൽമെൻ്റ് ഉണ്ട്. ദെൻ പാർട്ടീഷൻ ഓഫ് ഫാമിലി പ്രോപ്പർട്ടി, ദെൻ അതർ ഫാമിലി അറേഞ്ച്മെൻറ്റ്സ്. ഇപ്പം മാര്യേജ് കോൺട്രാക്റ്റുകളിൽ, പാർട്ടീഷൻ അറേഞ്ച്മെൻറ്റുകളിൽ, അതുപോലെ ഫാമിലി അറേഞ്ച്മെൻറ്റുകളിലൊക്കെ തേർഡ് പാർട്ടീസ് ക്യാൻ ഓൾസോ സ്യൂ ഈവൻ ദോ ദേ ആർ നോട്ട് പാർട്ടി ടു എ കോൺട്രാക്ട്. കാരണം ഇവിടെയൊക്കെ എന്താ, if the contract is entered into for the benefit of that third party. മാര്യേജ് കോൺട്രാക്റ്റുകളിലും പാർട്ടീഷൻ കോൺട്രാക്റ്റുകളിലും അതുപോലെ ഫാമിലി അറേഞ്ച്മെൻറ്റുകളിലും ഒക്കെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ അറേഞ്ച്മെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് എങ്കിൽ ദാറ്റ് തേർഡ് പാർട്ടി ക്യാൻ സ്യൂ, അവർക്ക് കേസ് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു ഫാദർ ഓഫ് എ ഗേൾ എ, ഒരു ഫാദർ ഓഫ് എ ഗേൾ, നമ്മളതിൻ്റെ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ, എ എന്ന പെൺകുട്ടിയുടെ പിതാവ്, എ എന്ന പെൺകുട്ടിയുടെ പിതാവ് ബിയുമായിട്ടൊരു മാര്യേജ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. എയും പിതാവിൻ്റെ പേര് നമ്മൾ ഒരു DOC എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ പിതാവ് എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പോൾ എയുടെ പിതാവ് ബിയുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ആ കോൺട്രാക്റ്റ് പ്രകാരം എന്താണ്, ബി എയെ വിവാഹം ചെയ്യും. ഇതാണ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ്. പിന്നീട് ബി വിവാഹത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എ എന്ന പെൺകുട്ടിക്ക് കോടതിയെ സമീപിക്കാം നഷ്ടപരിഹാരത്തിന് വേണ്ടി. ഇങ്ങനെ എ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ, ഈവൻ ദോ ദർ ഈസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി, പെൺകുട്ടിയും ബിയുമായിട്ട് യാതൊരു കോൺട്രാക്റ്റും ഇല്ല. കോൺട്രാക്ട് ഈസ് ബിറ്റ്വീൻ ദി ഫാദർ ഓഫ് എ, പെൺകുട്ടിയുടെ പിതാവും അല്ലെങ്കിൽ എ എന്ന പെൺകുട്ടിയുടെ പിതാവും ബിയുമായിട്ടാണ് കോൺട്രാക്ട്. പക്ഷെ പിന്മാറിക്കഴിഞ്ഞാൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത്, എ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എ ക്യാൻ ഫയൽ എ കേസ് ആൻഡ് ഷീ ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ. ഇത് ഒരു ജനറൽ റൂളിന്, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന ജനറൽ റൂളിനൊരു എക്സംഷനാണ്. രണ്ടാമത്തേത് മാര്യേജ് സെറ്റിൽമെൻറ്റ്, പാർട്ടീഷൻ ഓർ അവർ ഫാമിലി അറേഞ്ച്മെൻറ്റ്സ്. ദെൻ മൂന്നാമതൊരു തേർഡ് എക്സംഷനായിട്ട് വരുന്നതാണ് അക്നോളജ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ്. നമ്മളൊരു പേയ്മെൻറ്റ് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ, തേർഡ് പാർട്ടിക്ക് വേണ്ടി ഒരു പേയ്മെൻറ്റ് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടാകുന്നു. ഇപ്പം sometimes one of the parties to a contract acknowledges the payment to a third party. Acknowledge the payment to a third party, third partyക്ക് വേണ്ടിയുള്ള ഒരു പേയ്മെൻറ്റ് സ്വീകരിച്ചതായിട്ട് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ, അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ തേർഡ് പാർട്ടിക്ക് ഇതിൽ ഇടപെടുകയും കേസ് കൊടുക്കുകയും ചെയ്യാം, ഈവൻ ദോ ദി തേർഡ് പാർട്ടി ഈസ് നോട്ട് എ പാർട്ടി ടു ദി കോൺട്രാക്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ പാർട്ടി അല്ലെങ്കിൽ പോലും എന്തിനാണ് അക്നോളജ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ്. Then agreement relating to land. എഗ്രിമെൻറ്റ് റിലേറ്റിംഗ് ടു ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ ആ ലാൻഡ് ഓണറിന് വേണമെങ്കിൽ
അതിൻ്റെ കൂടെയുള്ള ചില ബാധ്യതകൾ, നമ്മൾ ലാൻഡ് വിൽക്കുമ്പോൾ ബാധ്യതകളും കൈമാറ്റം ചെയ്യപ്പെടാം. അതെന്താ? എഗ്രിമെൻറ്റ് റിലേറ്റിംഗ് ടു ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻറ്റുകൾ അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, അതുമായിട്ട് വരുന്ന ചില ബാധ്യതകളും കൂടെ ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ എന്താ? തേർഡ് പാർട്ടിയുമായിട്ടാണ് ഇത് ട്രാൻസ്ഫർ നടത്തുന്നത്. ദെൻ കോൺട്രാക്ട്സ് ത്രൂ അൻ ഏജൻറ്റ്. ഇൻ കേസ് ഓഫ് എ കോൺട്രാക്ട് മെയ്ഡ് ത്രൂ അൻ ഏജൻറ്റ്, the principal can be held liable even though the principal is not a party to the contract. ഒരു ഏജൻറ്റും മറ്റൊരു വ്യക്തിയുമായിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. പക്ഷെ അതിനെന്താ? പ്രിൻസിപ്പലിനെ നമുക്ക് ലയബിൾ ആക്കാൻ സാധിക്കും. കാരണം ഏജൻ്റ് ഏർപ്പെടുന്ന എഗ്രിമെൻറ്റുകൾക്കും കോൺട്രാക്റ്റുകൾക്കും പ്രിൻസിപ്പലിനാണ് ലയബിലിറ്റി ഉണ്ടാകുന്നത്. സോ കോൺട്രാക്ട്സ് ത്രൂ ആൻ ഏജൻറ്റ്, ദാറ്റ് ഈസ് എൻ എക്സംഷൻ ടു ജനറൽ പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന പ്രിൻസിപ്പിളിന് ഒരു ഒഴിവാണ്, അത് എക്സംഷനാണ്. ദെൻ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഇൻ കേസ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ക്യാൻ ഫയൽ എ കേസ് അഗൈൻസ്റ്റ് പ്രീവിയസ് ഹോൾഡേഴ്സ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആരാ? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഇസ് എ ഹോൾഡർ ഹു റിസീവ്സ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് in good faith and for valuable consideration. Receiving a negotiable instrument in good faith and valuable consideration. അങ്ങനെ റിസീവ് ചെയ്യുന്നൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അത് ബൗൺസ് ചെയ്ത്, അല്ലെങ്കിൽ അതെന്താണ്, അതിൻ്റെ ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണമെങ്കിൽ എന്താണ്, ഈ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് കേസ് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ പ്രത്യേകതയാണ്, ഇപ്പോൾ ഒരു ബില്ല് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ, ഒരു പ്രോമിസറി നോട്ട് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ, ഒരു ചെക്ക് ബൗൺസ് ചെയ്തു കഴിഞ്ഞാൽ പ്രീവിയസ് ഹോൾഡേഴ്സിനെതിരെ കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരം എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനുണ്ട്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഈസ് എ ഹോൾഡർ ഹു റിസീവ്സ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഫോർ വാല്യുബിൾ കൺസിഡറേഷൻ. ഉത്തമ വിശ്വാസത്തോടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു 6 കാര്യങ്ങൾ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിന് എക്സെപ്ഷൻസ് ആണ്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിന് ജനറൽ റൂൾ എന്താ? എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ. എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് പ്രസ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ നടപ്പിലാക്കാനോ കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഈ ജനറൽ റൂളിന് ഒരു 6 എക്സെപ്ഷൻസ് ഉണ്ട്. ഈ 6 എക്സെപ്ഷൻസും നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇതെല്ലാം എന്തിൻ്റെ അകത്ത് വരുന്നതാണ്? ഇത് കൺസിഡറേഷൻ വരുന്നതാണ്. നമ്മൾ അടുത്ത ഒരു പോയിൻ്റായിട്ട് കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്. ഇതെല്ലാം എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. If it is entered into for valid consideration and parties those who are capable of entering into a contract, അല്ലെങ്കിൽ parties those who are competent to enter into a contract. Capacity to contract എന്താ? Capacity to contract means competence or capability of the party to enter into a contract. Capacity of party to enter into a contract means the parties are capable, അവർക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഓർ ദേ ആർ കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. അതാണ് കപ്പാസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ നിയമപരമായ റൈറ്റ് ഉള്ളവർ, അതാണ് കോമ്പീറ്റൻസി കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ സെക്ഷൻ 11 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഈ കോമ്പീറ്റൻസി ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 11 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. നമ്മൾ ആ സെക്ഷൻ 11 പറയുന്നത് എന്താണെന്ന് നോക്കാം. Every person is competent to contract who is of the age of majority. Every person is competent to contract who is of the age of majority according to the law to which he is subject. According to the law to which he is subject, and who is of sound mind and is not disqualified from contracting by any law to which he is subject. And he is not disqualified from contracting by any law to which he is subject. ഇത് സെക്ഷൻ 11 പറഞ്ഞിരിക്കുന്നതാണ്.
അപ്പം ആരൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കോമ്പീറ്റൻസി ഉള്ളത്? ആദ്യത്തെ പറയുന്നത് എന്താ? എവരി പേഴ്സൺ ഹു ഹാസ് അറ്റൈൻഡ് ദി ഏജ് ഓഫ് മജോറിറ്റി. അയാൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് മജോറിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ 18 വയസ്സായി കഴിഞ്ഞാൽ മേജറായി മാറി, മേജറായിരിക്കണം. ദെൻ ഹാവിങ് സൗണ്ട് മൈൻഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ്. രാജ്യത്ത് നിലവിലുള്ള നിയമം ഒരു വ്യക്തിയെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി എന്താണ്? നോട്ട് ഡിസ്ക്വാളിഫൈ. ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള ഒരു കോമ്പീറ്റൻസി ഉണ്ട്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ ആ വ്യക്തി എന്തായിരിക്കണം? ഹി മസ്റ്റ് ബി എ മേജർ, then he must be a person having sound mind, and he should not be disqualified from entering into a valid contract. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ he is competent to enter into a contract. അപ്പോൾ ഇതനുസരിച്ച് എന്താ? persons those who are not competent to enter into a contract, സെക്ഷൻ 11 പ്രകാരം ആരൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കോമ്പീറ്റൻസി ഇല്ലാത്തത്? മൈനർ. എ മൈനർ is not competent to enter into a contract. A person who is not having sound mind, not competent to enter into a contract. Again, if somebody is disqualified by law from entering into a contract. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ആളുകൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കേപ്പബിലിറ്റി ഇല്ല. If a contract is entered into by such a person, that will be void. അതൊരു void കോൺട്രാക്റ്റ് ആയിട്ട് മാറും. കപ്പാസിറ്റി ഇല്ലാത്ത കോൺട്രാക്റ്റുകൾ. ഒരു മൈനറുമായിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ ദാറ്റ് കോൺട്രാക്റ്റ് ഈസ് വോയിഡ് അബ് ഇനിഷ്യോ. അതിനാൽ തന്നെ അത് വോയിഡാണ്. അത് നമുക്ക് ഒരിക്കലും വാലിഡാക്കി മാറ്റാൻ പറ്റില്ല. ഇനി പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡും അതും എന്താണ്? അതിന് ചില ഡിഫറൻസ് ഉണ്ട്, നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ദെൻ പേഴ്സൺസ് ദോസ് ഹു ആർ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അപ്പോൾ ആ ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളിടത്തോളം കാലം അവരുമായിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകൾക്ക് വാലിഡിറ്റി ഉണ്ടാകില്ല. ഒരിക്കലും ആ ഡിസ്ക്വാളിഫിക്കേഷൻ മാറിക്കഴിഞ്ഞാൽ ഒരു ഇൻസോൾവെൻ്റ് ആയിരിക്കുന്ന വ്യക്തിക്ക് ഇൻസോൾവെൻ്റ് ആയിരിക്കുന്നിടത്തോളം കാലം കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. അപ്പം ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയുന്നത്. ഈ ആദ്യത്തെ എന്താ? മൈനേഴ്സ്. പേഴ്സൺസ് ദോസ് ഹു ആർ നോട്ട് കേപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട്, മൈനേഴ്സ്. അപ്പം ആസ് പെർ ദി ഇന്ത്യൻ ലോ, a person who has not attained the age of 18 is a minor. 18 വയസ്സ് തികയാത്ത ആളുകളെല്ലാം മൈനർമാരാണ്. Then minors are not competent to enter into a contract. മൈനേഴ്സിന് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കോമ്പീറ്റൻസി ഇല്ല. മൈനറുമായിട്ട് ഏർപ്പെടുന്ന എല്ലാ കോൺട്രാക്റ്റുകളും വോയിഡാണ്. The Indian Contract Act gives certain specific rules and regulations regarding കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു മൈനേഴ്സ്. മൈനറിൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ കൃത്യമായിട്ടും വ്യത്യസ്തമായിട്ട് കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ മൈനർ എന്ന് പറഞ്ഞാൽ എന്താ? 18 വയസ്സ് തികയാത്ത ഒരാളാണ്. അപ്പോൾ എഫക്ട്സ് ഓഫ് മൈനേഴ്സ് എഗ്രിമെൻറ്റ് ഓർ ലോ റിലേറ്റിംഗ് ടു മൈനേഴ്സ് എഗ്രിമെൻറ്റ്, അതിൽ ആദ്യത്തെ ഒരു പോയിൻ്റാണ് an agreement by or with a minor is void ab initio. An agreement by or with a minor is void ab initio. From the very beginning, that agreement is void. If any agreement is made with a minor or by a minor, that agreement is void from the very beginning. That agreement is not enforceable in a court of law. ഇത് വളരെ ക്ലിയർ ആയിട്ട് കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നുണ്ട്. അതിന് ചില സ്പെഷ്യൽ കേസസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ടെസ്റ്റിലൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു മൊഹോറി ബീവി വേഴ്സസ് ദാമോദർ ദാസ് ഘോഷ് ഉള്ള കേസും കൂടി ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു റൂളാണ്. ആദ്യത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻ എഗ്രിമെൻറ്റ് ബൈ ഓർ വിത്ത് എ മൈനർ ഇസ് വോയിഡ് അബ് ഇനിഷ്യോ. മൈനറുമായിട്ട് ഏർപ്പെടുന്ന എല്ലാ എഗ്രിമെൻറ്റുകളും അതിനാൽ തന്നെ വോയിഡാണ്. ദെൻ ദി സെക്കൻഡ് ഈസ് നോ എസ്റ്റോപ്പിൾ എഗൻസ്റ്റ് മൈനർ. മൈനറിനെതിരെ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ ആപ്ലിക്കബിൾ അല്ല. പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ എന്താ? ഈ ടേം എസ്റ്റോപ്പിൾ മീൻസ് പ്രിവെൻഷൻ ഓഫ് എ ക്ലെയിം ഓർ
അസേഷൻ ബൈ ലോ, പ്രിവെൻഷൻ ഓഫ് എ ക്ലെയിം. ഒരിക്കൽ ഒരു കാര്യം ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഡിനൈ ചെയ്യാനുള്ള ഒരു റൈറ്റ്, അതാണ് എസ്റ്റോപ്പിൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. പ്രിവെൻഷൻ ഓഫ് എ ക്ലെയിം. അപ്പോൾ അത് നോ എസ്റ്റോപ്പിൾ ഇൻസ് മൈനർ. മൈനറിന് എപ്പോൾ വേണമെങ്കിലും ക്ലെയിം ചെയ്യുകയും പിന്നീട് വാക്ക് മാറ്റുകയും ചെയ്യാം. സോ ദി പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് എ മൈനർ. ദെൻ മൈനറിനെതിരെ എന്താ, ഈ എസ്റ്റോപ്പിൾ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല. മൈനറിന് ഇപ്പോൾ എന്തെങ്കിലും ക്ലെയിം ചെയ്ത് പണം മേജറാണെന്ന് ക്ലെയിം ചെയ്ത് പണം ബോറോ ചെയ്ത് കഴിഞ്ഞാൽ അയാളിൽ നിന്നത് ഈടാക്കാൻ പറ്റുകയില്ല. ഞാനിത് പറഞ്ഞില്ല എന്ന് അയാൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഞാനിങ്ങനെ ക്ലെയിം ചെയ്തിട്ടില്ല, അയാൾക്കത് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം എസ്റ്റോപ്പിൾ പ്രിൻസിപ്പിൾ ഒരു മൈനറിൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ല. ദെൻ നോ റാറ്റിഫിക്കേഷൻ. ഇപ്പം മൈനർ ആയിരിക്കുമ്പോൾ ഒരു വ്യക്തി ചെയ്യുന്നൊരു പ്രവൃത്തിക്ക് അയാൾ മേജറായി കഴിഞ്ഞാലും അത് റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അതിന് വാലിഡിറ്റി കൊടുക്കാൻ പറ്റില്ല. The agreements entered into by or with a minor is void, but a minor cannot ratify his act even after attaining the age of majority. ഇപ്പോൾ മേജറായി കഴിയുമ്പോൾ മൈനർ ആയിരിക്കുമ്പോൾ ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകൾക്ക് വാലിഡിറ്റി കൊടുക്കാൻ പറ്റില്ല, റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല പ്രവൃത്തി. സോ നോ റാറ്റിഫിക്കേഷൻ ഇൻ കേസ് ഓഫ് എ മൈനർ. മൈനറിനത് മേജറായി കഴിഞ്ഞാൽ റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. മൈനർ കനോട്ട് റാറ്റിഫൈ ഹിസ് ആക്ട് ആഫ്റ്റർ അറ്റൈനിങ് ദി ഏജ് ഓഫ് മജോറിറ്റി. മേജറായി കഴിയുമ്പോൾ ആ പ്രവൃത്തി റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് മൈനറിൻ്റെ ഒരു ലോ റിലേറ്റിംഗ് ടു മൈനറിൽ വരുന്നതാണ് നോ റാറ്റിഫിക്കേഷൻ. ദെൻ അടുത്തതെന്താ, ബെനഫിഷ്യൽ കോൺട്രാക്ട്. അപ്പം മൈനേഴ്സിന് ബെനഫിഷ്യൽ കോൺട്രാക്റ്റുകളുണ്ട്. മൈനറിൻ്റെ ബെനഫിറ്റിന് വേണ്ടിയുള്ള കോൺട്രാക്റ്റുകളാണ് എങ്കിൽ എ മൈനർ ക്യാൻ ബി എ ബെനഫിഷ്യറി ഓർ എ പ്രോമിസിങ്. അപ്പം മൈനറിന് എന്താണ്, ഒരു ബെനഫിഷ്യറിയോ പ്രോമിസിയോ ആയിട്ട് കോൺട്രാക്റ്റ് ഏർപ്പെടാം. ഇഫ് എ കോൺട്രാക്ട് ഈസ് ബെനഫിഷ്യൽ ടു എ മൈനർ ദെൻ ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ഹിം. ഒരു കോൺട്രാക്റ്റ് മൈനറിന് പ്രയോജനപ്രദമാണ് എങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. മൈനർ കനോട്ട് ബി ഹെൽഡ് പേഴ്സണലി ലയബിൾ. മൈനറിനെ ഒരിക്കലും വ്യക്തിപരമായിട്ട് ലയബിലിറ്റി മൈനറിൻ്റെ മേൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഹിസ് പ്രോപ്പർട്ടി ക്യാൻ ബി ഹെൽഡ് ലയബിൾ. മൈനറിന് നെസസറി സപ്ലൈ ചെയ്ത് കഴിയുകയാണെങ്കിൽ മൈനറിന് വ്യക്തിപരമായ ലയബിലിറ്റി ഉണ്ടാകുന്നില്ലെങ്കിൽ മൈനറിൻ്റെ പേരിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്നും ആ വസ്തുവകകളിൽ നിന്നും ഈ പണം ഈടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഡോക്ട്രിൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മൈനർ. ഇപ്പം റെസ്റ്റിറ്റ്യൂഷനും മൈനറും ചില കാര്യത്തിൽ എന്താ, മൈനറിൻ്റെ കാര്യത്തിൽ ദി ടേം റെസ്റ്റിറ്റ്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി ആക്ട് ഓഫ് റിസ്റ്റോറിംഗ് ബാക്ക് ടു ദി റൈറ്റ്ഫുൾ ഓണർ. റിസ്റ്റോറിംഗ് ബാക്ക്, മൈനർ തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലും പ്രോപ്പർട്ടി കരസ്ഥമാക്കുകയാണെങ്കിൽ അപ്പം എന്താ, മൈനറിൽ നിന്നും അത് തിരികെ എടുക്കാൻ സാധിക്കും. സോ വെൻ എ പേഴ്സൺ ഒബ്റ്റെയിൻസ് പ്രോപ്പർട്ടി ഓർ ഗുഡ്സ് ബൈ ഫോൾസ് റെപ്രസെൻറ്റേഷൻ ദെൻ he can be compelled to restore it to the person from whom he has received it. ഇതാണ് ഈ റെസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ആരെങ്കിലും തെറ്റിപ്പിച്ച് പ്രോപ്പർട്ടി കരസ്ഥമാക്കി കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി അയാളിന് പിടിച്ചെടുക്കാൻ സാധിക്കും. ഇത് മൈനറിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. ഈ പ്രോപ്പർട്ടി മൈനറിൻ്റെ കൈവശം ഉണ്ടായിരിക്കണം, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. When a minor receives some property or goods, ഈ പ്രിൻസിപ്പിൾ പ്രകാരം മണി ബൈ ഫോൾസ്ലി റെപ്രസെൻറ്റിങ് ഹിസ് ഏജ്, ഇപ്പം തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഏജ് തെറ്റിദ്ധരിപ്പിച്ചാണ് പണവും മറ്റു സാധനങ്ങളും കൈവശപ്പെടുത്തുന്നതെങ്കിൽ ദി മൈനർ ക്യാൻ ബി ആസ്ക്ഡ് ടു റെസ്റ്റോർ സച്ച് പ്രോപ്പർട്ടി ഓർ ഗുഡ്സ് ഓർ മണി സോ ലോങ് ആസ് ദി സെയിം ഈസ് ട്രേസബിൾ ആൻഡ് ഇൻ ഹിസ് പൊസഷൻ. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ദി പ്രോപ്പർട്ടി ഓർ മണി മസ്റ്റ് ബി ട്രേസബിൾ ആൻഡ് ദാറ്റ് മസ്റ്റ് ബി ഇൻ ഹിസ് പൊസഷൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താ, ഡോക്ട്രിൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഈസ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് എ മൈനർ. ഇനി അതല്ല എങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ലാതെ പോകും. റെസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ലാതെ പോകുന്നു ഇൻ കേസ് ഓഫ് എ മൈനർ. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് ടോർട്ട് ആൻഡ് മൈനർ. ടോർട്ട്, സിവിൽ റോങ്. സോ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് ഓൺ അക്കൗണ്ട് ഓഫ് കോൺട്രാക്ട്, നമ്മളൊരു കോൺട്രാക്ട് ആ കോൺട്രാക്റ്റിലാണെങ്കിൽ ടോർട്ടിന് ആപ്ലിക്കബിലിറ്റി ഇല്ലാതെ വരും. മൈനർ കനോട്ട് ബി ഹെൽഡ് ലയബിൾ ഫോർ എ ടോർട്ട് ഇഫ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണ് എങ്കിൽ മൈനർ കനോട്ട് ബി ഹെൽഡ് ലയബിൾ. ബട്ട് ഇഫ് an act is outside the purview of the contract he can be held liable. കോൺട്രാക്റ്റിൻ്റെ വെളിയിലാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ, ഒരു സിവിൽ റോങ് മൈനർ കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ he can be held liable.
Then minor as a partner of a partnership. A minor, usually a minor cannot be admitted as a partner. മൈനറിനെ സാധാരണഗതിയിൽ പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം എ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ് ഓൺലി. പാർട്ട്ണർ എന്താ, ലാഭം മാത്രം ലഭിക്കുന്ന ഒരു പാർട്ട്ണറായിട്ട് മറ്റെല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെൻറ്റോടുകൂടി ഒരു പാർട്ട്ണറെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം മൈനർ ആസ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ generally a minor cannot be admitted as a partner, but with the consent of all the partners in a partnership firm, a minor can be admitted as a partner in profit only. അത് ഒരു മൈനേഴ്സിൻ്റെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നതാണ്. ദെൻ എ മൈനർ ആസ് ആൻ ഏജന്റ്, എ മൈനർ ക്യാൻ ആക്ട് ആസ് ആൻ ഏജന്റ്. അതിന് യാതൊരു കുഴപ്പമില്ല. എ മൈനർ ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് ആൻ ഏജന്റ്. കാരണം എന്തുകൊണ്ടാണ്, ഫോർ ദി ആക്ട് ഓഫ് ആൻ ഏജന്റ് മൈനർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ, അല്ലെങ്കിൽ ഏജന്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ, പ്രിൻസിപ്പൽ ഈസ് റെസ്പോൺസിബിൾ. സോ എ മൈനർ ക്യാൻ ആക്ട് ആസ് ആൻ ഏജന്റ്, അതിന് കുഴപ്പമൊന്നുമില്ല. ദെൻ മൈനർ ആസ് ആൻ ഇൻസോൾവെന്റ്. മൈനറിനെ എന്താണ്, എ മൈനർ കനോട്ട് ബി ഡിക്ലെയർഡ് ആസ് ആൻ ഇൻസോൾവെന്റ്. മൈനറിനെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. എ മൈനർ കനോട്ട് ബി അപ്പോയിന്റഡ് ആസ് ആൻ ഇൻസോൾവെന്റ്. ദെൻ മൈനർ ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഇപ്പം ഒരു മൈനർ എന്താ, മൈനർ ഈസ് കോമ്പീറ്റന്റ് ടു ഡ്രോ, എൻഡോഴ്സ് ആൻഡ് നെഗോഷിയേറ്റ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. മൈനറിന് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡ്രോ ചെയ്യാനും എൻഡോഴ്സ് ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ബട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എക്സിക്യൂട്ടഡ് ഇൻ ഫേവർ ഓഫ് ദി മൈനർ ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ഹിം. അപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താ, ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എക്സിക്യൂട്ടഡ് ഇൻ ഫേവർ ഓഫ് ദി മൈനർ ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ഹിം. അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. മൈനർ ഈസ് കോമ്പീറ്റന്റ് ടു ഡ്രോ. ഇത് മൈനറിന് എന്താ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എൻഡോഴ്സ് ചെയ്യാം, അതുപോലെ തന്നെ ഡ്രോ ചെയ്യാം. ദെൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒരു മൈനറിന്റെ ഫേവറിലാണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാം. ദെൻ മൈനേഴ്സ് ലയബിലിറ്റി ഫോർ നെസസറീസ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എ മൈനർ ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഫോർ നെസസറീസ് സപ്ലൈഡ് ടു ഹിം ആൻഡ് ഹിസ് ഡിപ്പെൻഡൻസ്. ഇപ്പം മൈനറിനെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ മൈനറിന് നെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനു വേണ്ടി മൈനർ ക്യാൻ ബി ഹെൽഡ് ലയബിൾ. മൈനറിനെ ലയബിൾ ആയിട്ട് നമുക്കെന്താ, നിയമപ്രകാരം മൈനറിനെ ലയബിൾ ആക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇൻ സച്ച് കേസസ് ഓൾസോ എ മൈനർ കനോട്ട് ബി ഹെൽഡ് പേഴ്സണലി ലയബിൾ. വ്യക്തിപരമായിട്ട് മൈനറിനെ ലയബിൾ ആക്കാൻ പറ്റില്ല. ഓൺലി ഹിസ് പ്രോപ്പർട്ടി ക്യാൻ ബി ഹെൽഡ് ലയബിൾ. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം മൈനേഴ്സ് ലോ ആണ്. അപ്പം ലോ റിലേറ്റിംഗ് ടു മൈനേഴ്സ് കോൺട്രാക്ട്, ഒരു മൈനറിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള നിയമമാണ് ഈ പറഞ്ഞിരിക്കുന്ന 11 പോയിന്റുകൾ.